പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുവചന ചിന്തയുമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൃപ്പാദപീഠത്തിങ്കൽ താണിരുന്ന് സർവകൃപാലുവായ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഈ പൂപ്പരപ്പിൽ ഒരവസരം കൂടെ അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന ദൈവകൃപയെ ഓർത്ത് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും കർത്താവായ യേശു ക്രിസ്തുവിന് അർപ്പിക്കുന്നതോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിന് സന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് ചില ചിന്തകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പറയുവാനിടയായി. അതോടൊപ്പം തന്നെ അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടർമാനമായിട്ട് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 10-ാം അധ്യായം 11-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ചില ചരിത്രപരമായ കാര്യങ്ങളും ദൈവവചന ആത്മീയ ദൂതുകളും തുടർന്ന് തിരുവെഴുത്തിൽ കൂടെ തെളിയിച്ച് കടഭാരത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും രോഗത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകേണ്ടതിനായി യുദ്ധക്കെടുതികൾ നീങ്ങിപ്പോകുവാൻ നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബൈബിളിലെ മത്തായി 24-ലെ പ്രവചനപ്രകാരം ഇതെല്ലാം നിറവേറേണ്ടതായതുകൊണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ ഡയാലിസിസ് ചെയ്യുവാൻ കഴിവില്ലാതെ, സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ വ്യക്തികളിലും വെളിപ്പെടട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു 4 വാക്യം വായിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. അക്കാലത്ത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ സംസാര രീതിയും ആയിരുന്നു. അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടെത്തി അവിടെ പാർത്തു. അവർ പരസ്പരം, വരുവിൻ, നമുക്ക് ഇഷ്ടിക ഉണ്ടാക്കി തീയിൽ ചുട്ടെടുക്കാം എന്ന് പറഞ്ഞു. അവർ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം പശമണ്ണും ഉപയോഗിച്ചു. അടുത്ത 4-ാം വാക്യമാണ് എൻ്റെ ചിന്താവിഷയം. വരുവിൻ, നാം ഭൂമുഖത്തൊക്കെയും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് നമുക്ക് ഒരു പട്ടണവും, അവിടെ എഴുതിയിരിക്കുക, നമുക്കൊരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയാം. അത് കഴിഞ്ഞിട്ട് പറയുന്നു, നമുക്ക് ഒരു പേരും ഉണ്ടാക്കാം എന്ന് അവർ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നോഹയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രവും, അവർ അരാരത്ത് പർവ്വതത്തിൽ ഇറങ്ങി ഉൽപ്പത്തി 8:4 അവർ പെട്ടകം ഉറച്ചു എന്ന് പറയുമ്പോൾ അവർ 8 പേരിൽ തുടങ്ങിയ ജീവിതം 9-ാം അധ്യായത്തിൽ ദൈവം സംസാരിക്കുന്നത്, ദൈവത്തിന് യാഗപീഠം പണിയുന്നതും, 1-ാമത്തെ യാഗപീഠം അവിടെയാണ് പണിയുന്നത്. 9-ാം അധ്യായത്തിൽ തോട്ടങ്ങൾ നട്ടുണ്ടാക്കി നോഹ വീഞ്ഞു കുടിച്ച് കിടന്നതും, വസ്ത്രം മാറി കിടന്നപ്പോൾ ഹാം കണ്ടിട്ട് തൻ്റെ സഹോദരന്മാരെ അറിയിച്ച് വസ്ത്രം
ദേഹത്തിടുകയും അതോടൊപ്പം തന്നെ കനാനെ ലഹരി വിട്ടുണർന്ന നോഗ കനാനെ ശപിക്കുന്നതും ഒക്കെയായിട്ട് 9-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഗയുടെ വംശപാരമ്പര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ സേംഹാം യാഫേത്തിൻ്റെ ആ നോഗയുടെ 3 തലമുറകൾ, കുടുംബത്തിൽ കൂടെ വന്ന തലമുറകളെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ആലോചിച്ച് വരുവിൻ, നമുക്ക് ഒരു പട്ടണവും നമുക്ക് പണിയാം എന്ന് പറഞ്ഞ്, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും നമുക്ക് ഒരു പേര് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ദൂത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്. എൻ്റെ ഒരു ആത്മീയ ചിന്തയും തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വായിച്ചിട്ട് ദൂതിലേക്ക് നമുക്ക് കടക്കാം. സർവശക്തനായ ദൈവത്തെ കൂടാതെ പേരും പെരുമയും നേടുവാനുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് അവനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി ദൈവകോപത്തിലേക്ക് തള്ളിവിടുന്നത്. വളരെ ശ്രദ്ധിച്ചാൽ ദൈവത്തെ കൂടാതെ പേരും പെരുമയും, നമുക്കൊരു പേരുണ്ടാക്കാം, ആകാശം മുട്ട ഒരു ഗോപുരം പണിയാം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കാരം. വിഷയത്തിലേക്ക് വരുമ്പോൾ സിനാർ ദേശത്ത് പാർത്തിരുന്ന നോഗയുടെ പിൻതലമുറക്കാർ ദൈവത്തോട് അനുവാദം ചോദിക്കാതെ അവർക്ക് പ്രസക്തി ഉണ്ടാക്കുവാനായി ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാൻ ആരംഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഭൂമിയിൽ മനുഷ്യൻ്റെ നിരൂപണങ്ങളൊക്കെയും ദുഷ്ടതയും ദോഷവും നിറഞ്ഞതെന്ന് കണ്ട് നോഗയും കുടുംബവും ഒഴികെയുള്ള സർവ മനുഷ്യരെയും ജലപ്രളയത്താൽ നശിപ്പിച്ച അത്യുന്നതനായ ദൈവം മനുഷ്യൻ്റെ അഹന്തയുടെ പ്രതീകമായ ബാബേൽ ഗോപുരം പണിതുകൊണ്ടിരുന്ന മനുഷ്യരെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. നോഗയുടെ കാലഘട്ടങ്ങളിൽ മുൻപുണ്ടായിരുന്നവരെ ജലപ്രളയത്താൽ മുഴുവനും നശിച്ചു. 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. മുഴുവനും പെട്ടകത്തിനകത്ത് കയറിയതല്ലാതെ ബാക്കിയുള്ളതിനെ മുഴുവനും ദൈവം നശിപ്പിച്ചു. ഇതൊക്കെ ഇത്രയും പറയുമ്പോൾ കുറേ എന്നേക്കാൾ അറിവുള്ളവരും പഠിപ്പുള്ളവരും ബൈബിൾ കോളേജിൽ പഠനമുള്ളവരും ഒക്കെ കേൾക്കുന്നത്. എങ്കിലും എൻ്റെ ഒരു ചില ആത്മചിന്ത ബാബേൽ ഗോപുരത്തെക്കുറിച്ച് ഒരു ആത്മീയ ചിന്തയാണ്. നോക്കണം, ബാബേൽ ഗോപുരം പണിതുകൊണ്ടിരുന്ന മനുഷ്യരെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. എന്നാൽ ആകാശത്തോളം അഥവാ ദൈവത്തോളം, അവരുടെ ദൈവത്തോളം എത്തുക, ഇത് തന്നെയാണ് എസ്കേൽ 28-ന്റെ 12 മുതൽ 16 വരെയും യെശയ്യാപ്രവചനം 14-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ സ്വർഗോന്നതങ്ങളിൽ കയറും, അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ അഹങ്കാരം, ലൂസിഫറിൻ്റെ ആത്മാവ് ഇവരിൽ കയറിയെന്നാണ് എൻ്റെ ഭാഷ. എന്തു തന്നെ ആയിക്കോട്ടെ, അരുണോദയപുത്രനായ ശുക്രൻ. അപ്പോൾ ദൈവത്തോളം എത്തുവാൻ പടുത്തുയർത്തിക്കൊണ്ടിരുന്ന ഒരേ ഒരു ഭാഷ സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യരുടെ ഭാഷയെ ദൈവം ഒന്ന് കലക്കി. അടുത്തതായിട്ട് ഈ മനുഷ്യരുടെ ഭാഷ സർവശക്തനായ ദൈവം കലക്കിക്കളഞ്ഞു എന്ന് തിരുവഴുത്തിൽ കാണുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുക. അങ്ങനെ പരസ്പരം ആശയവിനിമയം ചെയ്യുവാൻ കഴിവില്ലാത്തവരായി തീർന്ന അവർ
പണി ഉപേക്ഷിച്ചു. ദൈവം അവരെ ഭൂതലത്തിലെങ്ങും പല ഭാഷകൾ സംസാരിക്കുന്നവരാക്കി ചിതറിച്ചു കളഞ്ഞു. അഹംഭാവം മനുഷ്യനിൽ നിറഞ്ഞു കവിയുമ്പോഴാണ് അവന് സ്നേഹവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ആലോചനകളും ആഗ്രഹങ്ങളും സമർപ്പിക്കുവാനോ ദൈവത്തിൻ്റെയോ സർവസൃഷ്ടിയോ ഭാഷ്യം മനസ്സിലാക്കുവാനോ കഴിയാതെ വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെയോ സമസൃഷ്ടിയോ ഭാഷ്യം മനസ്സിലാക്കുവാനോ കഴിയാതെ വരുന്നത്. അപ്പോഴാണ് അഹന്തതയുടെ ദന്തഗോപുരങ്ങളിൽ വിരാജിക്കുന്ന മനുഷ്യനെ ദൈവം തകർത്ത് കളയുന്നത്. അവസാനം അവർ ചിതറി. അതാണ് എൻ്റെ ചിന്താവിഷയം. ചിലർ പറയാം അതിനകത്ത് തന്നെ ഉണ്ട് പേലക പിരിവാണെന്ന് 11-ാം അധ്യായത്തിൽ പേലക എന്തോ ആകട്ടെ. 10-ാം അധ്യായത്തിലെ വംശപാരമ്പര്യം, നോഹയുടെ വംശപാരമ്പര്യം, 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം. അപ്പോൾ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 8 വരെ 9 വരെയുള്ള അധ്യായത്തിൽ നോഹയുടെ കുടുംബമാണെങ്കിൽ നോഹയുടെ വംശപാരമ്പര്യത്തെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ വരുവിൻ നാം ഇഷ്ടികറത്ത് കുമ്മായത്തിന് പകരം പശമണ്ണും കൂടെ ചേർത്ത് ഇഷ്ടിക ഉണ്ടാക്കി ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം എന്ന്. ഇവിടെ ഇവരുടെ അഹങ്കാരം അല്ലെങ്കിൽ ആ തലമുറയിലുണ്ടായിരുന്ന 8 പേർ എന്നാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:20-21 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. അതുകൂടാതെ പത്രോസ് 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ചിന്ത തന്ന് പ്രാർത്ഥിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഒത്തിരി ഞാൻ മെസ്സേജ് നീട്ടുന്നില്ല, ഷോർട്ട് മെസ്സേജ് പറഞ്ഞ് ജനത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ ജനത്തിന് മനസ്സിലാകണം ഇതെന്താണ്. ഞാൻ ഇന്നത്തെ ചിന്താവിഷയം ബാബേൽ ഗോപുരമാണ്. ദൈവം ഏകദേശം ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉയർന്ന പർവ്വതങ്ങൾ, അത് ബൈബിൾ പറയുന്നു, ഉയർന്ന പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം പർവ്വതത്തിന് മുകളിൽ ഉയർന്നു, അതിനപ്പുറത്തില്ല. എന്നാൽ ഇവരിത് കണ്ട മനുഷ്യർ ഇനിയൊരു വെള്ളപ്പൊക്കം, ബൈബിളിലൊന്നുമില്ല, ഞാൻ കണ്ടില്ല, ഇനിയൊരു വെള്ളപ്പൊക്കം വന്നാൽ ഒരിക്കലും ജനത്തെ തകർത്ത് കളയാതിരിക്കാൻ അവർ തീരുമാനിച്ചെടുത്തൊരു കാര്യമാണ് ബാബേൽ ഗോപുരം. ആരും നശിച്ചു പോകരുത്, നമ്മൾ ഒക്കെയും ചിതറിപ്പോകരുത്, നമുക്കൊരു പേരുണ്ടാക്കണം, നമുക്കൊരു പട്ടണം പണിയണം. ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനകത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ തിരുവെഴുത്തുകളെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല, തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചാൽ മതിയെന്ന എൻ്റെ അഭിപ്രായം. എന്നാൽ വചന വ്യാഖ്യാനമുണ്ട്, ആഴമേറിയ സത്യങ്ങളുണ്ട്. ആത്മാവുള്ളവർക്ക് പൊരുളുകളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ആത്മാവില്ലാത്തവർ ഇങ്ങനെ പഠിച്ച് ബുദ്ധിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ മൊത്തത്തിൽ ഈ ആത്മീയ അഹങ്കാരവും കയറാൻ പാടില്ല. അല്ലാതെ സാധാരണ ഉള്ള അഹങ്കാരവും പാടില്ല. ആത്മീയത്തിലും അഹങ്കാരികളുണ്ട്. ദൈവത്തെ ഭയമില്ല. ഇതുപോലെ ദൈവത്തെ ഭയമില്ലാത്ത അനേകരുണ്ട്. അഹങ്കാരമില്ലാത്തവരുമുണ്ട്.
ശരിക്കു പറഞ്ഞ ആത്മീയത്തിൽ അഹങ്കാരം പാടില്ല. ഇവിടെ അഹങ്കാരം കാണിച്ചവരെ കണ്ടോ ദൈവം ചെയ്തത്? തിരുവെഴുത്തുകൾ എത്രയോ സ്ഥലത്ത് പറയുന്നു, നർമ്മദരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം 8 വരെയുള്ള ഭാഗങ്ങൾ. നർമ്മദരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. അവൻ നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ യാക്കോബ് 4:4 അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. 4:4 മുതൽ 4, 5, 6 വാക്യങ്ങളിൽ. അപ്പം നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുക. ഇവിടെ നിഗളം കാണിച്ചു. ദൈവം പിടിവിച്ച ഇവിടെ നോഹയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു ആത്മീയ ചിന്ത, സകലവും വെള്ളത്തിൽ ചത്തഴുകി കടലിലേക്ക് തിരികെ ഒഴുകിപ്പോകുമ്പോൾ 17,200 അടി ഉയരത്തിലാണ് അരാരത്ത് പർവ്വതമെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അല്ലാതെ ഞാനത് പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. 17,200 അടി ഉയരത്തിലാണ് നോഹയുടെ പെട്ടകം ഉൽപ്പത്തി 8:4 വചനം ഉറച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുക. ഇത്രയും അടി ഉയരത്തിൽ വെള്ളം പൊങ്ങിയിട്ടും, ന്യായവിധിയുടെ വെള്ളം പൊങ്ങിയിട്ടും പെട്ടകത്തിനകത്ത് കയറിയത് ഈച്ചയടക്കം, കൊതുകടക്കം, ഉറുമ്പടക്കം കയറിയതിന് മുഴുവനും ജീവരക്ഷ നൽകി ദൈവം നടത്തി പരിപാലിച്ചതോർത്ത് മനുഷ്യന് നന്ദി പറഞ്ഞൂടെ? ദൈവത്തിന് മഹത്വം കൊടുത്തൂടെ? അവരെ പോലെ നാമും കടലിലേക്ക് ഒഴുകി പോകേണ്ടതായിരുന്നു, മരണത്തിലേക്ക് പോകേണ്ടതായിരുന്നു, മരിക്കേണ്ടതായിരുന്നു. ആ സ്ഥാനത്ത് ദൈവം ഞങ്ങളെ കുടുംബമായി പരിപാലിച്ച ആ നല്ല ദൈവത്തിന് മഹത്വം കരയറ്റേണ്ടതല്ലേ? സ്തുതി കൊടുക്കേണ്ടതല്ലേ? കോടി കോടി സ്തുതി അർപ്പിക്കേണ്ടതല്ലേ? സ്തോത്രം എന്ന യാഗം അർപ്പിക്കേണ്ടതല്ലേ? അതല്ലേ അവർ ചെയ്യേണ്ടിയിരുന്നത്? ഇന്നും ആത്മീയഗോളത്തിൽ ഒരാള് ഒരു കർത്താവ് പഠിപ്പിച്ച മാതൃക എന്ന് പറയുന്നത് നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനാ. ശത്രുക്കളെ സ്നേഹിക്കാനാ. എൻ്റെ ചിന്താവിഷയം അതല്ല, ഞാൻ ഓടി വരാം. പക്ഷേ കർത്താവ് പഠിപ്പിച്ചതിന് ഓപ്പോസിറ്റ് അല്ലേ ഇന്ന് നടക്കുന്നത്? സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറേ പേര് തലവെട്ടു എന്ന് പറഞ്ഞു, എൻ്റെ മക്കളുടെ തലവെട്ടു എന്ന് പറഞ്ഞു, ദേശത്ത് നൃത്തത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരോട് ഒരു വഴക്കിനും പോയില്ല, വെട്ടാൻ വന്നവരോടും ഒരു വഴക്കിനും പോയില്ല. 10 പേരെ പാസ്റ്റർമാരെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പോയില്ല. കാണുമ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരുടെ സ്നേഹാന്വേഷണങ്ങളെ തിരക്കി. അവരൊക്കെ ഇപ്പം ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ലേ യഥാർത്ഥത്തിൽ അവരെ നേടാനല്ലേ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് വ്യൂസ് കൂട്ടണമെങ്കിൽ ഇതുപോലുള്ള കുറേ പബ്ലിക് കുറേ മെസ്സേജുകൾ പോരെ, അവരെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്. നമ്മൾ അവരെ വല്ല വിധേനയും അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ്യത്തിലേക്ക്, തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ, പൗലോസ് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം. പ്രതികാരം നമുക്കില്ല. റോമർ 12:19 ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുണ്ട്, ഞാൻ പ്രതികാരം ചെയ്യും. ആദ്യമ നൂറ്റാണ്ടിൽ അങ്ങനെയാണെങ്കിൽ അവരാരും വഴക്കിന് പോലും പോയില്ല. അവരെ അടിച്ചു, തലവെട്ടി, കൊന്നു, അവരെല്ലാവരും കൂടി യുദ്ധത്തിനൊന്നും പോയില്ല. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ പബ്ലിക്കിൽ നിന്നുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനോട് തിരുവചന അടിസ്ഥാനത്തിലില്ല. ഉറപ്പായിട്ട് പറയാം.
അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22:10-11-12-13 പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യും, ചെയ്യട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാറട്ടെ. നീതിമാൻ ഇനിയും തന്നെ തന്നെ നീതീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പകരം കൊടുക്കുമെന്ന്. അപ്പൊ നമ്മുടെ ബൈബിളിൽ അങ്ങനെ ഇല്ലേ? പകരം അടിച്ചതായിട്ടില്ലേ? ഉണ്ട്. അക്ഷരികമായ യുദ്ധമാണ് 39 പുസ്തകങ്ങളിൽ കിടക്കുന്നത്. അവർ തമ്മിൽ, രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധമാണ് നേരിട്ടാണ്. നമുക്കെന്ന് പറഞ്ഞ ജഡരക്തങ്ങളോട് പോരാട്ടമില്ല എന്ന് എഫേസ്യർക്ക് എഴുതിയ 6-10-17 വായിക്ക്. ഞാൻ വല്ലഭിതനെ ഒരുവനെ നേടേണ്ടതിന് ഞാൻ അവനിൽ ഒരുവനെ പോലെയായി. കൊരിന്ത്യർക്ക് 9-16-20 വരെ വായിച്ചു നോക്ക്. കൊരിന്ത്യർക്ക് 2-14 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്ക്. എങ്ങനെയാണ് അവർ നടന്നത്, എങ്ങനെയാണ് അവർ ശുശ്രൂഷ ചെയ്തതെന്ന്. ഇത് കയറി നിന്നുകൊണ്ട് അങ്ങ് കുറച്ച് കാര്യങ്ങൾ ആധികാരികമായിട്ട് അറിയാം. ലോക ജ്ഞാനം ഉള്ളത് കൊണ്ട് എന്തും വിളിച്ചു പറയാന്നല്ല. ദൈവജനത്തിൻ്റെ ഇടയിറങ്ങി സുവിശേഷം പറയുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ. എനിക്ക് ആരോടും മുടക്കമില്ല. നമ്മൾ ആര് വിളിച്ചാലും പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ പിന്നെ ഉള്ള കാര്യം പറയും. അത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ, അത് പരിജ്ഞാനത്തോടെ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതുകൊണ്ട് എന്നോട് വിരോധമുണ്ട്. എനിക്ക് വിരോധമില്ലല്ലോ. എന്നോട് വിരോധമുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. എനിക്ക് യാതൊരു വിരോധം ആരോടില്ല. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ പരസ്പരം അന്യോന്യം പോരിന് വിളിക്കാതെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് നമ്മളിത് ഈ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, കൊലയ്ക്ക് പകരം കൊല, ഇതിങ്ങനെയുള്ള ഒരു ഇതെടുക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ഇവിടെ ഈ സ്വന്തം ബുദ്ധി, അഹങ്കാരം കയറി നോഹയുടെ സന്തതികളായിരുന്ന സേംഹാം യാവേത്തിന് അവരുടെ പിൻതലമുറകൾ വന്നപ്പോൾ അവർക്ക് അഹങ്കാരം കയറി. അവരും പറഞ്ഞു നമുക്കൊരു പട്ടണം പണിയാം, ഇവിടെ ദൈവത്തിൻ്റെ നമുക്കൊരു പേരുണ്ടാക്കാം. ഈ ചിലരൊക്കെ പേരെടുക്കാനാണ് നടക്കുന്നത്. അവർ പറഞ്ഞിട്ട് അങ്ങ് പോവും, അവർ പ്രസംഗിച്ചിട്ട് അങ്ങ് പോവും. ഇപ്പം മീഡിയയിലൊക്കെ നടന്നിരിക്കുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, എന്താ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താ? ദൈവത്തെ കൂടാതെയുള്ള ഒരു കാര്യവും എന്ത് ചെയ്താലും അത് ദൈവികമല്ല എന്നുള്ളതാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എഫേസ്യർ 6:10 മുതൽ വായിച്ചു നോക്കുക 17 വരെ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ന്യായപ്രമാണത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ടവൻ, പരീശനിൽ ജനിച്ച പരീശന്, അബ്രഹാമിൻ്റെ സന്തതി എബ്രായനിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവൻ, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ യഹൂദ റബി. അദ്ദേഹം പറയാം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസിൻ്റെ കൂടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരുണ്ടായിരുന്നെങ്കിൽ പൗലോസിൻ്റെ പക്ഷക്കാരും ഉണ്ടായിരുന്നു, കേബാവിൻ്റെ പക്ഷക്കാരും ഉണ്ടായിരുന്നു. ഒരു കൂട്ടരെ വിളിച്ച് ഇത്രയും കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 11-22 മുതൽ വായിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 6-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഇത് ആർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതാ? നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതല്ലേ? നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി, നമ്മളത് പിന്തുടരാൻ വേണ്ടി, ദൈവവചനം പിന്തുടരാൻ വേണ്ടി ഇങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. നമ്മളെ അടിക്കും. എത്ര വട്ടം അടികൊണ്ട്? കോലിനാൽ 5 വട്ടം അടികൊണ്ടതല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് കുറേ 5 വട്ടം കോലിനാൽ അടികൊണ്ടു. എത്ര പേരെ തിരിച്ചടിച്ചവർ?
തിരിച്ചടിക്കാൻ നടക്കുക. നല്ല കാര്യങ്ങളാണ് ചെയ്യ്, നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്, പക്ഷെ ആത്മാവില്ല, അതാണ് കാര്യം. എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്, ഈ നോഹയുടെ സന്തതികൾക്ക് അഹങ്കാരം കയറിയതുപോലെ ഇന്ന് ആത്മീയ അഹങ്കാരം കൊണ്ട് കൈ കഴുകുക. ആത്മീയ അഹങ്കാരം, നീളം, കണ്ണുനീരൊഴുക്കി കരഞ്ഞ് കുറച്ച് നന്മയും എല്ലാ ദൈവം കൊടുക്കും. പൂർവന്മാർ മാതാപിതാക്കൾ കിടന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞത് തലമുറകളെ അനുഗ്രഹിക്കുമ്പോൾ, തലമുറകൾ നന്മ പ്രാപിക്കുമ്പോൾ, ആവർത്തനം 8-ാം അധ്യായവും ആവർത്തനം 6-ാം അധ്യായമൊക്കെ എടുത്തുവെച്ച് വായിക്ക്. നിനക്ക് നല്ല വീടുകൾ പണിത് പാർക്കുമ്പോൾ, നീ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ, നിന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. അവിടെ ഒരു താക്കീതാ തരുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുക. ഈ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. യേശുക്രിസ്തു തന്നെ 3 കാര്യം നമ്മളെ പഠിപ്പിച്ചു. 1, ഒഴിഞ്ഞു മാറി. 2, മിണ്ടാതിരുന്നു. 3, പ്രതികരിച്ചു. ആലയത്തോടുള്ള ബന്ധം വന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആലയത്തോടുള്ള ബന്ധം വന്നപ്പോൾ പ്രതികരിച്ചു. കാരണം ഈ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കിയത് നിമിത്തം കർത്താവ് പ്രതികരിച്ചു. അവിടെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താ? സ്വയം നിഗളം. കാരണം ദൈവം ഇല്ലെങ്കിൽ നമുക്ക് പണിയാൻ പറ്റും, ദൈവം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്നല്ലേ ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 1 മുതൽ 4 വരെ നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവം പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 11-ന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. ഇനി 9-ാം അധ്യായം 10-ാം അധ്യായം ഫുള്ള് വായിച്ചു നോക്ക്. 11-ാം അധ്യായം ഒരു 20 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ. അങ്ങനെ ഒരു ചെറിയൊരു ചിന്ത എന്ന് ഞാൻ പ്രവർത്തിക്കാൻ പോകുക. എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം ബുദ്ധിയിലുള്ള പണി, ദൈവത്തെ കൂടാതെയുള്ള പണി, അത് അവസാനം നാശത്തിലേക്കേ പോകത്തുള്ളൂ. അത് ആത്മീയകോളത്തിലായാലും ഭൗതിക മേഖലകളിലായാലും രാഷ്ട്രീയപരമായാലും എന്ത് തന്നെയായാലും പരാജയമായിരിക്കും. പരാജയം തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ ചിന്താവിഷയം, ദൈവത്തെ കൂടാതെയുള്ള പണി, ദൈവത്തിൻ്റെ ആലോചനയില്ലാത്ത പണി, ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിച്ചുള്ള പണി. ദൈവത്തെ കണ്ണ് വെട്ടിക്കുക, ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിക്കുക ആൾക്കാർ. ദൈവം ഒന്നും കാണുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും കാണുന്നില്ല. 139-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ ദൈവം കാണുന്നില്ലെന്ന് സക്കായിയുടെ ഒരു സ്വഭാവമാണ്. ആദാം ഹവ്വയുടെ സ്വഭാവമാണ്. മരത്തിൻ്റെ കീഴിൽ മറന്നിരിക്കുക, അത്തിയുടെ മുകളിൽ കയറി മറന്നിരിക്കുക. കാരണം ദൈവം നമ്മളെ കാണരുത്. അഗ്നിജ്വാല, ആത്മാവുള്ളം പറയാം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. നീ ആകാശമണ്ഡലത്തിൽ കൂട് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കും. പാതാളങ്ങളുടെ അടിയിൽ പോയി കിടക്ക വിരിച്ചാൽ അവിടെയും ദൈവത്തിൻ്റെ കരം തേടിയെത്തും. ദൈവത്തിൻ്റെ കണ്ണിന് മറവായിരിക്കുന്ന ഒന്നുമില്ല. അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഏതാണ്ടൊക്കെ നേടാമെന്നും ഏതാണ്ടൊക്കെ വെട്ടിപ്പിടിക്കാമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുമില്ലെന്നേ. പണ്ട് ഞാൻ വീട്ടുവേലയ്ക്ക് നിൽക്കുമ്പോൾ അവരും ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കുക.
എൻ്റെ 12-ാമത്തെ വയസ്സിൽ ഒരു കാര്യം, അവിടുത്തെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ കയ്യിൽ ഒരു ചെറിയൊരു മോതിരം ഉണ്ടായിരുന്നു. നാത്തൂനും കൂടെ കൂടി, മോളും നാത്തൂനും കൂടെ കൂടി ഊരിയിട്ട് കുളിപ്പിക്കാൻ കൊണ്ട് ഊരിയിട്ട് വരാത്തതുകൊണ്ട് ആ വിരൽ മുറിച്ചെടുത്തു, ആ മോതിരം എടുത്തു. ഇവർ തമ്മിൽ വഴക്കുണ്ടായി പിണങ്ങിയപ്പോൾ ഒരുത്തി വീതം വെച്ചപ്പോൾ അത് കുറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു, എടി നീയല്ലടി അമ്മച്ചിയുടെ കൈ മുറിച്ച് മോതിരം എടുത്തേന്ന്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, നീയല്ലേ അടിയെന്ന്. അതുപോലെ ആ വിരൽ മുറിച്ചെടുത്ത് ആ സാധനത്തെ എടുത്ത മക്കളാണ്. അപ്പോൾ എനിക്കത് എൻ്റെ 12-ാമത്തെ വയസ്സിലെ കാര്യം ഞാൻ പറയും. വീട്ടുവേലയ്ക്ക് വേണ്ടി നിന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. എന്താണ് ഇത് പറയാനുള്ള കാരണം? ദൈവം നിർത്തി. ഇപ്പം നോഹയുടെ തലമുറയുടെ ചരിത്രത്തിലേക്ക് വരാം. എത്രയെണ്ണം ചത്തഴുകി ഭൂമി മുഴുവനും നിറഞ്ഞിരുന്ന മനുഷ്യൻ മുഴുവനും ചത്തൊടുങ്ങിയപ്പോൾ, ഒന്നും അവശേഷിക്കാതെ ചത്തൊടുങ്ങിയപ്പോൾ ദൈവം സന്താന പരമ്പരകളെ കൊടുത്ത് മാനിച്ച് ദേശം നിറയത്തക്ക നിലയിൽ സന്താന പുഷ്ടിയുള്ളവരായി തീരത്തക്ക നിലയിൽ 39-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും വാഗ്ദാനം പുതുക്കി കൊടുക്കുക. നിങ്ങൾ ഭൂമി നിറയണം, പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി. 31-26 മുതൽ 28 വരെയുള്ള വാക്യം, അതേ വാക്യം 9-ാം അധ്യായത്തിൽ വീണ്ടും കൊടുക്കുക. അങ്ങനെ 10-ാം അധ്യായം നിറയുക. വായിച്ചു കഴിഞ്ഞാൽ, എങ്കിലും ആ തലമുറയിൽ നീതിമാനായി നോഹയെ കണ്ടതുപോലെ ഇന്നത്തെ ഇറാഖായ ബാബേലിൽ നിന്ന് കൽദയരുടെ ദേശത്ത് ഊരെന്ന പട്ടണത്തിൽ നിന്ന് ദൈവം ഒരുവനെ കണ്ടെടുത്തു. ചന്ദ്രദേവനെ ആരാധിച്ചു കൊണ്ടിരുന്ന അബ്രാം എന്ന അബ്രാമിനെ ദൈവം അവിടെ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 20 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ 12 വരുമ്പോൾ അബ്രാം അവിടെ തൊട്ട് ഇങ്ങോട്ട് അബ്രാമിൻ്റെ പൂർവന്മാരെ കുറിച്ച് പറയുമ്പോൾ ആ തലമുറയിൽ തേരഹിൻ്റെ മകനായ അബ്രാമിനെയും ദൈവം കണ്ടിരുന്നു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ അവൻ ഇവിടം വിട്ടു പോകണം. എവിടേക്ക് പോകണമെന്ന് ചോദിക്കാതെ, എന്താണെന്നറിയാതെ ആ തലമുറയിലും ഒരുവനുണ്ടായിരുന്നു. ദൈവം പറയുന്നത് അനുസരിച്ച് പോകാൻ അവിടെയും ഒരാളെ ദൈവം കണ്ടിരുന്നു. യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 1-ാമത്തെയോ 2-ാമത്തെയോ ഞാൻ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടെന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ, ബാക്കിയുള്ളത് നശിപ്പിക്കുമ്പോഴും ദൈവത്തിൻ്റെ കനിവ് എന്ന് പറയുന്നത് പലവട്ടം താക്കീത് ചെയ്യും, ചെയ്യരുതെന്ന് താക്കീത് ചെയ്യുമ്പോഴും ഒരു തലമുറയപ്പുറത്ത് ദൈവം ഒരു ശേഷിപ്പ് ദൈവം വാർത്തെടുക്കുന്നുണ്ട്. തെളിവ്, ഇസ്രായേൽ ജനം 6,03,000 ചിലുവാനാണോ 3,050 പേര് കാലാളുകളുണ്ടായിരുന്നു. 20 വയസ്സിന് മുകളിലുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം വലുതും ചെറുതും എല്ലാം കൂടെ 35.5 ലക്ഷം ജനം ഉണ്ടായിരുന്നു എന്നാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. ഇത്രയും ജനം, ഈ 6.5 ലക്ഷത്തിലധികം ജനം കാലാളുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കനാൻ ദേശത്ത് 2 പേരെ പോയുള്ളൂ. പക്ഷേ ഈ 4 ദിവസത്തെ ഈജിപ്റ്റ് കനാൻ 4 ദിവസത്തെ 110 മൈൽ എന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല. 110 മൈൽ പോകുവാൻ
4 ദിവസത്തെ യാത്രയിൽ 40 സംവത്സരം 40 വർഷം മരുഭൂമിയിൽ ചുറ്റിച്ചതിൻ്റെ പിന്നിൽ 95 സങ്കീർത്തനം 10-11 വാക്യത്തിൽ കിടപ്പുണ്ട്. ഈ ജനം സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അപ്പോൾ ചോദിക്കും, ദൈവം എന്തിനാ സത്യം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തേക്കാൾ അപ്പുറത്തൊരാളില്ല, താനല്ലാതെ ദൈവം അല്ലാതെ വേറൊരാളില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം സത്യം ചെയ്തത്. വേറൊരാളെ പറ്റി സത്യം ചെയ്യാനില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ചിന്താവിഷയം ആത്മീയമായ ചില ചിന്തകൾ ദൈവവചനത്തിൽ ഉറയ്ക്കാൻ വേണ്ടി, ദൈവവചനപ്രകാരം നടക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആലോചന കേട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി മാത്രമായി ഇത് പറയുന്നത്. ഈ ചതറിപ്പിക്കുക എന്നുള്ള കാര്യം വേറൊരു വിഷയമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ആ തലമുറയിൽ ഒരു നോഹയെ കണ്ടെങ്കിൽ ആ തലമുറയിൽ ഒരു അബ്രാമിനെ ദൈവം കണ്ടു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 മുതൽ 11 അധ്യായം 22 വരെയുള്ള ഭാഗങ്ങളിൽ 2 തരത്തിലാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. ഒന്ന്, ഏകദേശം 2000 വർഷത്തെ ഗ്യാപ്പുണ്ടെന്നും ഏകദേശം 2500 വർഷത്തെ ഗ്യാപ്പുണ്ടെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ അത് പല കുടുംബങ്ങളുടെ ചരിത്രങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 1 മുതൽ 11 25 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പല കുടുംബങ്ങളുടെ ചരിത്രമാണ്. പക്ഷെ ഉൽപ്പത്തി 12 മുതൽ നോക്കിക്കേ, വെളിപ്പാട് പുസ്തകം 22 അധ്യായം വരെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. ഒരേ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം, അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ അഹങ്കാരം കാണിച്ച് നെകളിച്ച് നടക്കുന്നവരുടെ ഇടയിലും ഒരു ശേഷിപ്പ് നല്ലവരുണ്ട്. അത് ആത്മീയകോണത്തിലുമുണ്ട്, അല്ലാത്ത കൂട്ടറിലുമുണ്ട്. ഒരു ശേഷിപ്പ് അത് ഉറപ്പായിട്ടുണ്ട്. ദൈവം വിളിച്ച് അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് ഒരു ചെറിയ ചിന്ത. അവിടെ ഇത്രയും ജനത്തെ കാലേബും യോശുവയും ഒഴികെ ബാക്കിയുള്ളതിനെ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ അടുത്തൊരു 6 ലക്ഷത്തിലധികം പേരെ, പുതിയ തലമുറകളെ യുദ്ധസന്നദ്ധരാക്കി ദൈവം വാർത്തെടുത്തുകൊണ്ടിരുന്നു. അതാ ദൈവസ്നേഹം. ഒരു തലമുറ നശിച്ചു പോകുമ്പോൾ അടുത്ത തലമുറയെ ദൈവം വാർത്തെടുത്തുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക. ഭാഷ കലക്കി ചിതറിപ്പിച്ച് കളഞ്ഞെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 24:49 തുടങ്ങി അപ്പോസ്തലപ്രവൃത്തി 1:4, 1:8, 19, 10, 11, 12 വാക്യങ്ങൾ, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ 120 പേർ കാത്തിരുന്നു യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. 2 അധ്യായത്തിൽ ഇവിടെ ഉൽപ്പത്തിയിൽ 11 അധ്യായത്തിൽ ഭാഷയെ കലക്കിക്കളഞ്ഞ ദൈവം, അവരെ ചിതറിപ്പിച്ച് കളഞ്ഞ ദൈവം 120 പേരെ കൂട്ടിയിരുത്തി ഒരുമിച്ച് കൂടിയിരുന്ന് യേശുവിൻ്റെ അമ്മ മറിയടക്കം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഒരുമിച്ച് കൂടിയിരുന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ വിവിധ 17 ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. 120 പേരും ഗലീലക്കാരാണ്. വിവിധ ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന് മഹത്വം കൊടുത്തു. ഭാഷ കലക്കിക്കൊണ്ട് ചിതറിപ്പിച്ചു. അവിടെ പണി മുടക്കിയെങ്കിൽ ഇവിടെ പണി ആരംഭിക്കുന്നു. അന്യഭാഷ പറഞ്ഞുകൊണ്ട് പണി ആരംഭിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷയെ വിലക്കുന്നവരും ആരാധനയെ വിലക്കുന്നവരും സൂക്ഷിക്കണം. അവൻ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി, ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും.
അതുകൊണ്ട് അഹങ്കാരങ്ങളും നിഗളങ്ങളും കംപ്ലീറ്റ് മാറ്റി ഒന്നുമില്ല എന്ന് സമ്മതിച്ച് ദൈവകൃപയോടെ മുന്നോട്ട് വരുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ, കുടുംബത്തിൽ, തലമുറകളിൽ വെളിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഞങ്ങളുടെ സ്വയം നിഗളങ്ങളെല്ലാം മാറ്റി കർത്താവെ, ഞങ്ങളിലുള്ള ബാബേൽ ഗോപുരം അതൊന്ന് മാറ്റി കർത്താവെ, ദൈവത്തോടടുക്കുന്ന കുഞ്ഞുങ്ങളാക്കി ഓരോരുത്തരെയും മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേൾക്കാത്തവർ, ജാതി, മത, ഭാഷാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി, പോലീസ് അധികാരികൾക്കായി, വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി, ഡോക്ടർമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരും അവരവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവഭയത്തോടെ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, കർത്തൃവയലിൽ ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് ഓരോരുത്തരെയും പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവർ, ക്ഷീണിച്ചും തളർന്നു വരിക്കുന്നവർ, കടഭാരത്തിലായിരിക്കും ഭവനമില്ലാത്തവർ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മത്സ്യം പിടിക്കാൻ പോകുന്നവർ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവർക്കും, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് നന്മകളാലും അനുഗ്രഹങ്ങളാലും കുഞ്ഞുങ്ങളെ നിറച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി പറയുന്നു. മുഴുമഹത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.